MRC ഷമീർ ഇന്നലെ MRC ഷമീർ എന്ന് പറയണ്ട ഷമീർ ഇട്ട ലൈവ് ഇന്നലെ ഞാൻ കണ്ടു. ലൈവ് ഓണായപ്പോൾ മുതൽ ഞാനും ഓണായിട്ട് ലൈവിലിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ലൈവിനിടയിൽ ഇതിൻ്റെ പേരൊക്കെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടു. മൈക്കില്ല, കാറുമില്ല, ഞാൻ പുറത്തുമാണ്. സോ അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ബൈ ദ വേ ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് ലൂർ മ്യൂസിയം ഓൺ പാരീസ്. സോ എന്താണെങ്കിലും ഇന്നലെ ലൈവിൽ ഷമീർ കുറേ നനഞ്ഞ പടക്കങ്ങൾ കൊണ്ടുവന്ന് ഇട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. ഇത് നനഞ്ഞ പടക്കം എന്ന് ഞാൻ പറയാൻ കാരണം, ഇവൻ്റെ കയ്യിലുള്ള ഓഡിയോ വീഡിയോ ഇവൻ വെച്ച പ്രൂഫുകളൊക്കെ പൊട്ടൻഷ്യലി ഒരാളുടെ ക്യാരക്ടർ എക്സ്പോസ് ആവുന്നതും ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള അയാളുടെ എന്താ പറയുക ഒരു വേറെ ആൾക്കാരുടെ മുന്നിൽ അയാൾ പോർട്രേറ്റ് ചെയ്തൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജൊക്കെ ടാർണിഷായി പൊട്ടിപ്പൊളിയുന്ന രീതിയിലുള്ള ഐറ്റങ്ങളാണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. തൊപ്പി എന്ന് പറഞ്ഞ നിഹാദ് എന്ന് പറഞ്ഞ വ്യക്തി ഇത്ര കാലം എങ്ങനെയായിരുന്നു ജനങ്ങളുടെ മുന്നിൽ ഈ തെറി വിളിക്കും, കോണ്ടന്റ് ഉണ്ടാക്കും എന്നുള്ളതിലുപരി പേഴ്സണൽ ലൈഫിൽ ഇവൻ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയിലൊക്കെ ഉള്ള ആളുകളുടെ മുന്നിലടക്കം ഇവൻ ഇത്ര മാറിയാണോടാ എന്നുള്ള രീതിക്ക് കാണിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ആ ലൈവിനകത്തുണ്ട്. പക്ഷെ അതൊക്കെ വെരി പേഴ്സണൽ ലൈഫിൽ ഇവർ ഫ്രണ്ട്സായിട്ട് ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഒരു ദയും ഒരു ദാക്ഷിണ്യവും ഒരു രീതിയിലുള്ള പരിപാടികളും ഇല്ലാതെ ഇന്നലെ ഷമീറും ടീമും എടുത്തിട്ടത്. പിന്നെന്താ പറയുക, അവന്മാർക്ക് മര്യാദയ്ക്ക് ലൈവ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടും മര്യാദയ്ക്ക് ഈ സാധനങ്ങൾ എങ്ങനെ വെച്ച് ഏത് രീതിയിൽ ഈ സാധനം കൊണ്ടുപോകണം എന്നറിയാത്തത് കൊണ്ടും തൊപ്പി കുറച്ചും കൂടി സൗണ്ടാണ് ഈ കാര്യത്തിൽ. തൊപ്പിക്ക് ലൈവ് ചെയ്യാൻ അറിയാം, സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അത് എങ്ങനെ 1 by 1 വെച്ചിട്ട് എങ്ങനെ ആളുകളോട് സംസാരിക്കണം എന്നറിയാം. ഈ നോ ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ്. അതുകൊണ്ട് തൊപ്പി ഓക്കെ ആയിട്ട് ചെയ്തിട്ട് പോയി. ഷമീറിൻ്റെയും മമ്മൂൻ്റെയും വീഡിയോ ഒക്കെ വെച്ചിട്ട് തൊപ്പിക്കെതിരെ വന്ന സാധനങ്ങളുടെ മുകളിലൊരു സാധനം കൊണ്ടുവന്ന് ഷമീറിൻ്റെയും മമ്മൂൻ്റെയും ടീമിൻ്റെയും തലയിൽ ഇട്ട് കൊടുത്തു. പക്ഷേ ഷമീറിനൊന്നും അതിനെക്കൊണ്ട് സാധിച്ചില്ല. ഇന്നലെ ഹനാൻ ഷാൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പൊട്ടിക്കും മറ്റേത് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ വെച്ച സാധനങ്ങളൊന്നും പറഞ്ഞാൽ അഭിഞ്ഞ സാധനങ്ങളാണ്. ഷമീർ, ഞാൻ ഹനാൻ ഷാ ആണെന്നുണ്ടെങ്കിൽ ഷമീറിന് ഒന്ന് വീട്ടിൽ കയറി അടിച്ചിട്ടുണ്ടാവും ഉറപ്പാണ്, സീരിയസ്ലി. കാരണം ഹനാൻ ഷാ ഇതായിട്ട് എന്ത് ബന്ധം, എന്തിനാണ് ഹനാൻ ഷാനൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്നലെ ആ സാധനമൊക്കെ വെച്ചിട്ട് പോയത്? തൊപ്പിൻ്റെ സ്വഭാവം ഇതാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ? അതിനാണ് ഹനാൻ ഷാൻ്റെ ഇതൊക്കെ എടുത്ത് വലിച്ചിട്ട് ഈ കമ്മോൺ. ഇതെന്താ പറയുക, ഇത് ഒരു എക്സ്ട്രീമൊക്കെ വിട്ട് പോയി ഇവന്മാരുടെ പരിപാടികൾ. അപ്പോൾ എന്താണെങ്കിലും എൻ്റെ POV പറയുക, അത് എന്താ പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കണ്ട, ദാറ്റ്സ് അപ്പ് ടു യു. വ്യൂവേഴ്സിനോടാണ് പറയുന്നത്. കാരണം കുറേ പേര് വന്നിട്ട് നീ അരിണ്ടാക്കല്ലേ, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ പറയുന്നവരോട് എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങളതിൽ ഫോണുണ്ട്, നിങ്ങളതിൽ നെറ്റ് ഉണ്ട്, നിങ്ങൾക്കും പെർസ്പെക്റ്റീവ് പറയാം. യൂട്യൂബ് നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്കും കാശുണ്ടാക്കാം. ഇവന്മാരെന്താണെങ്കിലും അപരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് കാശുണ്ടാക്കിയാലും വലിയ തെറ്റുള്ള കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഷമീറിൻ്റെ ഓരോ 1 by 1 ലൈവിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഇവന്റെ 3 മാസത്തെ റവന്യൂ ഇവന്റെ അടുത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനത് മാറ്റി. എന്നെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പൊട്ടനല്ലേ, മാറ്റിയിട്ടില്ലെങ്കിൽ ഇവന് ഞാൻ പിന്നെയും ഞാൻ പണിയെടുക്കുന്ന പൈസ ഇവൻ തന്നെ ഞാൻ കൊടുക്കണം. ഈ ഷമീർ പറഞ്ഞ റവന്യൂവിൻ്റെ സീന് ഞാൻ ഓൾറെഡി ഇന്നലെ ചെയ്ത വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ആ റവന്യൂയുടെ കാര്യത്തിൽ തൊപ്പി പറയുന്നു ആകെ 1-2 പേയ്മെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഷമീർ പറയുന്നു ലക്ഷത്തിൻ്റെ കണക്ക് പറയുന്നു. തൊപ്പി വന്നിട്ട് പറയുന്നു ലക്ഷമില്ല എന്ന് പറയുന്നു. അങ്ങനെ അത് കാണിച്ച് തൊപ്പി കാണിച്ച പ്രൂഫിനകത്തും ഷമീർ വെച്ച പ്രൂഫിനകത്തും വെച്ച് നോക്കുന്ന സമയത്ത് എവിടേക്കോ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഞാനും എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ആ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇന്നലെ ഷമീർ ഒന്നും കൂടി ആഡ്സെൻസ് ഓപ്പൺ ആക്കി കൃത്യമായിട്ട് എന്തൊക്കെ വന്നു, എത്ര വന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്കൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. സോ പൈസ തന്നെയാണ് ഇവരുടെ അടിയുടെ പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഈ പൈസയുടെ പേരിൽ തുടങ്ങിയ അടിയാന്നുള്ളത് നമുക്ക് അതിനിപ്പോൾ മനസ്സിലായി. ഓക്കെ, ഈ പൈസയുടെ ഒക്കെ പേരിൽ തന്നെയുള്ള അടിയാണ്. ഫെയിം, മണി ഫെയിം തന്നെ പറയണം, മണി ദെൻ ഫെയിം, ഈ സാധനത്തിന് മുകളിൽ. എന്താണെങ്കിലും ഷമീറിന് ഒരു സെർട്ടൈൻ എമൗണ്ട് കൊടുത്തു എന്നാണ് ആര് പറയുന്നത്, തൊപ്പി പറയുന്നത്. ബട്ട് ഒന്നും കിട്ടിയില്ല, തന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ ആയ സമയത്ത് ആഡ്സൻസ് മാറ്റി എന്നുള്ളൊരു ക്ലെയിം ഷമീറും പറയുന്നു. ഷമീർ എന്നോട് സീക്രട്ട് ഏജൻറ്റിനോട് ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ നല്ല ലൈവിൽ നിന്ന് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്താണ് ഈ വിഷയത്തിൽ എൻ്റെ ഡൗട്ട്സ് പറഞ്ഞിട്ട്. സോ അത് നീ ഇന്നലെ വന്നിട്ട് നിൻ്റെ സൈഡ് വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു പോർഷൻ നീ ക്ലിയർ ആയിട്ട് ചെയ്തു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് യു ഫെയിൽഡ്, യു ആർ ലൈക്ക് അട്ടർലി ഫെയിൽഡ്. അപ്പോൾ എന്താണെങ്കിലും ആ പോർഷൻ എനിക്ക് ഇനി എടുത്ത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഓക്കെ, ടെക്നിക്കലി യൂട്യൂബിൻ്റെ വരുമാനത്തിൻ്റെ കാര്യവും അല്ലെങ്കിൽ ഇത് കിട്ടിയോ ഇല്ല എന്നുള്ളതൊക്കെ പറയുമ്പോൾ നാട്ടുകാർക്ക് പുറത്തു പോകും. എന്താണെങ്കിൽ കാശിൻ്റെ കാര്യത്തിലുള്ള അടി അത് ഒരു സൈഡ് കൊടുത്തു എന്ന് പറഞ്ഞു, ഒരു സൈഡ് കിട്ടിയില്ല എന്ന് പറയുന്നു. ബട്ട് ഇപ്പോൾ എന്താണെങ്കിൽ ഈ വീഡിയോസിന് നല്ല കാശ് കിട്ടുന്നുണ്ടാവും. മോണിറ്റൈസേഷൻ ഓഫാണെന്നാണ് പറയുന്നത് ഷമീറും ടീമും. പക്ഷേ ഈ വീഡിയോ പഠിച്ച് പോയിട്ടുണ്ട്. ഹനാൻ ഷാ വീഡിയോ ലൈവ് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഹനാൻ ഷാ ഗുഡ് വർക്ക്. ഹനാൻ ഷാ നന്നായി ആ വീഡിയോ അടിച്ച് കളഞ്ഞത്. എന്താണെങ്കിലും ആ ഒരു പേയ്മെൻറ്റ് സൈഡ് ഓക്കെ, അത് മാത്രമാണ് ഇന്നലത്തെ ലൈവിൽ ഒരു ക്ലിയർ ക്ലാരിറ്റിയിൽ എനിക്ക് തോന്നിയൊരു ഐറ്റം ഷമീർ വെച്ചത്.
ബാക്കി കാണാം. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ പെങ്ങള്, ഓള് കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഓളെ ഏട്ടൻ ഇങ്ങനെ ഒരുത്തനാന്ന്. ഓളൊരിക്കലും തല ഒലിച്ച് നിൽക്കൂല. ഈ ലൈവ് തീരുമ്പോൾ അത് മനസ്സിലാവും. ഓളൊരിക്കലും എൻ്റെ ഉമ്മയോ എൻ്റെ ഉപ്പയോ എൻ്റെ പെങ്ങളോ തല കുനിച്ച് നടക്കൂല. മനസ്സിലാ? എൻ്റെ ഉമ്മയോ എൻ്റെ ഉപ്പയോ തല കുനിച്ച് നടക്കൂല. അത് ഈ ലൈവ് തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരാളുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പറയാം. എൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ മെയിൻലി ഓക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. കാരണം ഓക്ക് അത്രയും ഓളെ ഇക്കാക്ക ദുബായിൽ നിന്ന് വിളിച്ചു, ഉപ്പ വിളിച്ചു, ഓളെ ഉമ്മ ഈ പറഞ്ഞ പോലെ സീനാക്കി. അപ്പം എല്ലാം ഓള് എൻ്റെ കൂടെ ബ്രദർ, നമുക്ക് കാണാം ബ്രദർ. അപ്പം മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഗേൾ ഫ്രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. മനസ്സിലായി? എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ സിസ്റ്റർ, എൻ്റെ ഗേൾ ഫ്രണ്ട്, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അത് ഈ ലൈവ് തീരുമ്പോൾ നമുക്ക് നോക്കാം. അത് കിക്കലി 60 ദിവസം കൊടുക്കും. അത് ഞാൻ ചെയ്യും. പിന്നെ ഇൻസ്റ്റയിലും ഇതിലും എല്ലാം ഈ ലൈവ് തീരുന്നതോടുകൂടി എല്ലാ MRC എന്ന് പറഞ്ഞ ടാഗ് എടുത്ത് കളയും. ഉമ്മാക്കും ഉപ്പാക്കും ഗേൾ ഫ്രണ്ടിനും വേണ്ടിയിട്ടാണ് ലൈവ് ചെയ്യണതെന്നാണ് ഷമീർ പറയുന്നത്. എന്നിട്ട് ആ ഷമീർ ആ ലൈവിനകത്ത് ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെയാണ്, അതായത് ഞാൻ അങ്ങനെ അല്ല എന്നല്ല തെളിയിക്കുന്നത്. എൻ്റെ വീഡിയോ തൊപ്പി കാണിച്ചത് അതിനെക്കുറിച്ചിട്ട് ആകെ ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്കെന്താ വാണടിച്ചൂടെ, ഞാൻ വാണടിക്കുക. തൊപ്പി പറഞ്ഞതല്ലല്ലോ. തൊപ്പി എന്താ പറഞ്ഞത്? തൊപ്പി പറഞ്ഞത് വെറുതെ ചുമ്മാ ഒരുത്തം വീട്ടിലിരുന്ന് വാണടിച്ചു. ഇപ്പോൾ അലൻ ജോസ് പെരേരേനെ 6 വന്നിരുന്നിട്ട് അലൻ ജോസ് പെരേര എൻ്റെ വീടിൻ്റെ മുകളിലിരുന്ന് വാണടിച്ചു എന്നുള്ള പോലത്തെ വാണക്കഥയൊന്നുമില്ലല്ലോ പറഞ്ഞു. അതിനൊക്കെ മുകളിൽ ഒരു സാധനമാണ് തൊപ്പി വെച്ചിട്ട് പോയത്. അതുകൊണ്ടാണ് ഇന്നലെ കമൻറ്റ് ബോക്സിൽ മൊത്തം മഴവില്ലും കെ എന്നൊക്കെ വന്നത്. മനസ്സിലായോ? നീ വന്നിരുന്നിട്ട് വീണ്ടും വീട്ടുകാർക്കും ലവറിനും വേണ്ടിയിട്ടാന്ന് പറയുന്ന സമയത്ത് യു ലിറ്ററലി എന്താ പറയുക, നീ അത് ആക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് ഇന്നലെ ഷമീർ സംസാരിച്ചിട്ട് പോകുന്നത്. തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പറയുന്ന സാധനം എന്താ, ഞങ്ങൾ മോശക്കാരാടാ, ഞാൻ മോശക്കാരനാടാ, അതുപോലെ തൊപ്പി മോശക്കാരനാടാ. ഈ സാധനമാണ് വെക്കുന്നത്. അല്ലാതെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്താ, ഞാൻ മോശക്കാരനല്ല, ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇതാണ് വെക്കേണ്ടത്. പക്ഷെ അതിലും ഷമീർ ഇന്നലെ ഫെയിലായി പോയത്. ഓഫാക്ക്. ഓക്കെ, ഓഫായിക്കോ. ഓക്കെ, എല്ലാം ഓഫായിക്കോ, എല്ലാം ഓഫായിക്കോ. 5ന്റെ പൈസ ഈ ലൈവ് ഒന്നും ആവശ്യമില്ല. 5ന്റെ പൈസ വേണ്ട. ഇത് പൈസക്കല്ല ഈ ലൈവ്, അത് മനസ്സിലാവും. അത് കാണടാ, കണ്ടിട്ടല്ലേ സംസാരിക്കല്ലേ. നിങ്ങൾ വിട്ടോ, ഞാൻ വിളിക്കും വന്നാൽ മതി. ഇത് ഇന്നലത്തെ ലൈവില് വേറെ വിറ്റായിരുന്നു. ഇവൻ പറയുന്നത് തൊപ്പീൻ്റെ ടീം സൂപ്പർ ചാറ്റ് വെച്ച് ഇവനെ സംസാരിക്കാൻ സമ്മതിക്കാതെ സൂപ്പർ ചാറ്റ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മേ ബി ആവാതിരിക്കാം, അതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല. കാരണം ഇവർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയില്ല. കാരണം ഇവൻ തൊപ്പീൻ്റെ ഒപ്പമുള്ള സമയത്ത് വേറെ ആരെങ്കിലും തൊപ്പീനെ കുറിച്ച് പറഞ്ഞ് ലൈവ് ചെയ്യുമ്പോൾ അതിനിടയിൽ കമൻസ് ഇരിക്കാറുണ്ടോ, സൂപ്പർ ചാറ്റ് ഇരിക്കാറുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഇവനല്ലേ ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സൈഡ്. അതിനിടയിൽ ജാസി ഇന്നലെ കുറേ മാസമാവാൻ നോക്കിയിട്ടുണ്ട്. ആനാൻഷാൻ്റെ വീഡിയോ ഇപ്പോൾ കൊടുക്കും, അല്ലെങ്കിൽ മറ്റത് ചെയ്യും, ഞാൻ വരും, ഞാൻ പറയും. ജാസീൻ്റെ കാട്ടിക്കൂട്ടിൽ തുടക്കം കണ്ടപ്പോൾ വിചാരിച്ചു ജാസിയൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കി കളഞ്ഞു തൊട്ടീനെ. പിന്നെ ബെഡിലൊരു സൈഡിലിരുന്നിട്ട് ഇങ്ങനെ തപ്പ്. ഒരു പ്രൂഫുകൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുന്നതിന് ഒരു കോൺഫിഡൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. ഇപ്പോൾ ഉള്ള സാധനങ്ങൾ തന്നെ വെച്ച് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണം. ജാസിക്കൊന്നും ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്നാലും. അതിനിടയിൽ ജാസിൻ്റെ കുറച്ച് തുടക്കത്തിലെ മാസം എന്ന് ഞാൻ കുറേ ചിരിച്ചു. 2-3 മണിക്കൂർ മനസ്സിലായ അത് ഇവനെ ഇതാക്കാൻ വേണ്ടി കൊണ്ടുപോയി കിസ്സൊക്കെ അടിച്ച് പിടിയൊക്കെ പിടിച്ച് അവൻ പറഞ്ഞു എല്ലാം ചെയ്തിട്ട്. എന്നിട്ട് ഇവൻ അടുത്ത ദിവസം ഇവൻ്റെ എക്സ്ട്രീം മൈൻഡ് നീ ആലോചിച്ചു. അടുത്ത ദിവസം ഇവളെ ഒഴിവാക്കി. അടുത്ത ദിവസം സുഖി ഇവ ഒഴിവാക്കി. ഞാൻ വണ്ടി കയറ്റി ശരിയല്ല എനിക്കതിന് കൊണ്ടുപോയി. അടുത്ത ദിവസം നീ സുഖിയിൽ ഒഴിവാക്കി. അപ്പം എന്തോന്നു പിന്നെ ഷമീറിനെ അവളെ വേണം. എന്നിട്ട് അടുത്ത ദിവസം നീ അവളെ ഒഴിവാക്കി. ഇനി വേണമെങ്കിൽ നീ എടുത്തു. പിന്നെ ഷമീറിനെ വേണം. ആ രീതിയിൽ നീ അത് പക വെച്ച് ചെയ്ത് വെക്കുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് എടുത്തോട്ട് പറയാം. ഈ ഒരു കേസിൽ അതിൻ്റെ ഇടയിൽ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ ജാസ്തി വന്നിട്ട് ഇങ്ങനെ പറയുമായിരിക്കും, അല്ലെങ്കിൽ അസ്പാക്ക് ഇങ്ങനെ മുണ്ടുമായിരിക്കും. വെച്ച് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി തന്നാൽ നീ പറയുന്ന പൈസ അല്ലെങ്കിൽ തൂങ്ങിച്ചാവും. മനസ്സിലായോ? തൂങ്ങിച്ചാവൂടാ. ഇതെല്ലാം നടന്ന കാര്യമാടാ, വെറുതെ പറയുന്നതല്ലടാ. വിശ്വസിക്കാൻ പണിയായിരിക്കും. നിങ്ങളെ മനസ്സിൽ വിഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്നില്ല, അപ്പോൾ വിശ്വസിക്കാൻ പണിയായിരിക്കും. ആ രീതിയിൽ നീ അത് പക വെച്ച് ചെയ്ത് വെക്കുന്നതാണ്. മനസ്സിലായോ?
അതുകൊണ്ട് എനിക്ക് ഒരു വ്യക്തിയോട്ട് പറയാം, ഈ ഒരു കേസിൽ പല രീതിയിൽ ഞാൻ പറയും. ഇത് എക്സ്പോസിങ് നിഹാദ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ അടുത്ത വെച്ചായിട്ട് റാംബോൻ്റെ ഒരു വോയിസ്. എഗെയിൻ പെണ്ണുപിടി തന്നെ കുറേ എക്സ്ട്രീം സാധനങ്ങൾ പറയുന്നുണ്ട്. ഒക്കെ കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റമൊക്കെ പറയുന്നുണ്ട്, കേസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എന്നൊക്കെ ചിലർ പറഞ്ഞാലും ഇതൊരു ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് ഇവന്മാരൊക്കെ ഗ്രൂപ്പായിട്ട് ഗ്യാങ്ങായിട്ട് ഉള്ള സമയത്ത് തന്നെ അപരാധിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അതിൻ്റെ പരിപാടികളെക്കുറിച്ചും തന്നെയുള്ള എക്സ്പ്ലനേഷൻസാണ് റാംബോയും ഷമീറും ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റാംബോൻ്റെ വോയിസ് തന്നെയാണ് കേട്ടാറേ. എന്നിട്ട് ഷമീർ പറയുന്ന വിറ്റ് ലൈവ് കണ്ടവർക്ക് ഇന്നലെ കംപ്ലീറ്റ് കണ്ടവർക്ക് മനസ്സിലാവും. ഷമീർ ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്, മനസ്സിലായി. ഷമീർ അതിൽ ഭയങ്കര ഇൻവോൾവ് ആയത് ആ കേസിൽ തന്നെ ഇൻവോൾവ് ചെയ്ത ഒരാളാണ്. ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നതും അങ്ങനത്തെ എല്ലാ പരിപാടിയും ഇതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഉപ്പാക്കും ഉമ്മാക്കും ഗേൾ ഫ്രണ്ടിനും വേണ്ടി ലൈവ് ചെയ്താണ് ഷമീർ. എന്നിട്ട് ഇതിപ്പോൾ ഷമീർ സ്വയം അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റായി പറഞ്ഞു പോയത് ഈ പറഞ്ഞ കഥകളൊക്കെ. റാംബോൻ്റെ വോയിസ് വെച്ച് പറഞ്ഞ കഥയൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവന്മാരുടെ ഈ യൂണിവേഴ്സ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യും. നമ്മൾ ഓരോ വ്യൂവേഴ്സും ഇവരുടെ വീഡിയോസ് കണ്ട് ഇവർക്ക് കാണും തന്നെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആണെന്ന് എനിക്കൊരു സപ്പോർട്ടാണ്. ഇത് ചെയ്തിട്ട് ഇവന്മാർ ഇതിന്ന് വരുന്ന റവന്യൂ, ഇതിന്ന് വരുന്ന ഫെയിമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മദ്യവും മയക്കുമരുന്നും മധുരാശി ഇതിന് വേണ്ടിയിട്ടല്ലേ? ഇപ്പോൾ തമ്മിലടിച്ചപ്പോൾ ഇതൊക്കെ പുറത്തിടാൻ തുടങ്ങി. ഒരുത്തൻ മറ്റൊരുത്തന് കൂട്ടിക്കൊടുത്തതും ഒരുത്തൻ മറ്റൊരുത്തന് മേടിച്ചു കൊടുത്തതും ഒരുത്തൻ മറ്റൊരുത്തന് ചെയ്തു കൊടുത്തതും എല്ലാം കൂടി വരാൻ തുടങ്ങി. തമ്മിൽ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി. എന്ത് കഥയാടാ അവർക്ക്? ഈ നാണം കെട്ടല്ലേ നിങ്ങൾ ജീവിക്കാൻ പോണത്? നിങ്ങളെ ജീവിതം പോട്ടെ, ഞാൻ ആലോചിച്ച് നോക്കി നിങ്ങളെ ചുറ്റുപാടുള്ള നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു അവസ്ഥയാണ്. ഷമീറിൻ്റെ ഇന്ന ആളാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റൂ? മമ്മൂൻ്റെ ഇന്ന ആളാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോകാൻ പറ്റും? തൊപ്പീൻ്റെ ഇന്ന ആളാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റൂ? ഇല്ലല്ലോ. കഷ്ടം. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചു പോകണം. ഇത്ര നിങ്ങളോട് പറയാറില്ല കാര്യം. ഇത് ഇവൻ മെത്ത് എന്ന് പറഞ്ഞ സാധനം അറിയാലോ. ഇവനല്ല പറഞ്ഞു ഞാൻ ഡ്രഗ് അടിച്ചത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്തതിൻ്റെ സാധനമാണ് ഇത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്യുന്ന സാധനം എത്ര പേർക്ക് ഇവിടെ അറിയാമെന്നൊക്കെ അറിയില്ല. ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ മെത്ത് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കണം. അത് അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ബ്രദർ, വെയിറ്റ്. ഡ്രഗ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരും, മനസ്സിലാവും. അത് കണ്ടിട്ട് ഇവിടുന്ന് പോയാൽ മതി എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തനും ഇവിടെ കളം വിടൂല. അതാരും ചിന്തിക്കണ്ടേ. ആരും ഇതിങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലായി. ഇതൊന്നൊന്നുമല്ല, എനിക്കറിയാം. ഇതൊന്നൊന്നുമല്ല. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു തുള്ളി കുടിക്കുമെന്നല്ലേ ഇവൻ പറഞ്ഞത്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു തുള്ളി കുടിക്കുമെന്ന്. നിക്ക് പറയല്ലോ, ഇതും ഫേക്കാന്ന് പറയല്ലോ. കാരണം ബുദ്ധിയില്ലല്ലോ ഓൻ്റെ. ഇതിൽ വീണ് പോയല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമല്ലോ നിങ്ങളെ വീപ്പിക്കും എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഫസ്മിന സാക്കിർ ഹുസൈൻ എല്ലാം കണക്ട് ചെയ്ത് തന്നെ കാണിക്കാം. എടാ എല്ലാം പറ. ഞാൻ ഉണ്ടായിരുന്നപ്പോൾ തൊട്ടുള്ള അവൻ്റെ ഡ്രഗ്സ്, സെക്സ്വൽ എല്ലാം A to Z സത്യം പറ. ഫസി വെയിറ്റ് വന്നിട്ട് എന്താ പറയാൻ? ഞാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കും. നീ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ മാനിപ്പുലേഷൻ ഫുൾ പുറത്ത് വരണം. ഞാനുള്ളപ്പോൾ തന്നെ പെൺപിള്ളേരുടെ ഒപ്പം പോയത് ഡ്രഗ്സ്. ഇത് AIയോ? ഷമീർ ഈ വെച്ചിട്ട് പോയ ഐറ്റം എഗെയിൻ ഞാൻ പറയുന്നു, ഷമീർ തന്നെ ഈസ് ഗെറ്റിംഗ് മോർ എക്സ്പോസ്ഡ് എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഇത്ര കൺഫേം ആയിട്ട് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവനങ്ങി നാട്ടുകാർ ഷമീർ എൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പറയണം ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല, എന്നോട് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുള്ളൊരു അറിവാണ് എനിക്കെന്നുള്ളത്. ഇത് അങ്ങനെയല്ല. അത് വളരെ കൺവിൻസിങ് ആയിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാവും അടുത്ത ചെയ്യാൻ പോണേ. അപ്പോൾ ഓനത് ഉപയോഗിച്ചിട്ടുണ്ട്. ഓനത് ഉപയോഗിച്ചതിന് ശേഷം ഓക്കെ തൊപ്പി ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ ഉപയോഗിച്ച സമയം ചിലപ്പോൾ നല്ല ഈ അവിടെ ഉണ്ട്, ആ ഫോട്ടോനകത്ത് തന്നെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ എന്നെ മേടിച്ചു കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ അണക്ക് മേടിച്ചു തന്നായിരിക്കാം. നിങ്ങളുടെ ഇടയിൽ എന്താണെങ്കിലും ഈ ഐറ്റം ഉണ്ട്, ലഹരി എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിപ്പോൾ. ഓക്കെ, ഈ ടെസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഡയലോഗ്. തൊപ്പി എന്ന് പറയുന്നു എന്നെ ടെസ്റ്റ് ചെയ്യും, നീ പറയുന്നു നിൻ്റെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എടാ മക്കളെ,
ഇതിന് മുന്നേ ഇതേപോലെ പലരും ടെസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരുത്തനും ടെസ്റ്റ് ചെയ്തതായിട്ട് റിസൾട്ടും കൊണ്ടുവന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ആ ഓച്ചൊക്കെ കിടന്ന് എന്നെ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗായിരുന്നു, മനസ്സിലായോ? അതുപോലത്തെ ഒരു ഗീർവാണാണ് ഇപ്പോൾ ഈ അടിച്ചിട്ടുള്ളത്. പിന്നെ മൂത്രം കൊടുത്താൽ ഇപ്പം കിട്ടും, നഖവും മുടിയും ബ്ലഡും അടക്കം എല്ലാം കൊടുത്തു. ഇവിടെ വേറെ പല ടെസ്റ്റുകളും ഈ ഒരു സാധനത്തിൽ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ വിടും. ടെസ്റ്റിൻ്റെയൊക്കെ നിങ്ങൾ റിസൾട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് പിന്നെ നിങ്ങളുടെയൊക്കെ റിസൾട്ട് ആയതുകൊണ്ട് അതും ഫേക്കാണ് അല്ലെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റഡാണെന്ന് നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ വിചാരിക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒപ്പം വന്ന് നിങ്ങൾ റിയാലിറ്റി സാധനം ടെസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ തൂഫാൻ പോലത്തെ എന്തെങ്കിലും ഒരു ഇപ്പോൾ നടക്കുന്ന സർക്കാരിൻ്റെ ലഹരിക്കെതിരെയുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് നിങ്ങളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. അതൊക്കെ വിശ്വസിക്കാൻ പറ്റും, അല്ലാതെ സാധനം വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഫസ്മിനയുടെ കാര്യം, ഫസ്മിന തൊപ്പിയും ബ്രേക്കപ്പ് ആയ ടൈം മുതൽ എനിക്ക് ഞാൻ ഫസ്മിനോട് സംസാരിക്കാറ്, ഫസ്മിന എന്നോട് സംസാരിക്കാറുണ്ട്. ഈ വിഷയം ഉണ്ടായപ്പോഴും ഫസ്മിനോട് ഞാൻ സംസാരിച്ചു, ഫസ്മിന എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നീയും ഫസ്മിനോട് പോയി സംസാരിച്ചിട്ടുണ്ട് ഷമീർ. ഞാൻ പറയാലോ, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഫസ്മിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ചെയ്യരുത്, പറയരുത്, ഇതിൽ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്രേ ചെയ്യാൻ പറ്റൂ. കാരണം നീ ഭയങ്കരമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്തത് എനിക്കറിയാം. ഭയങ്കരമായിട്ട് ഷമീർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്മിനോട് പറ, അങ്ങനെ പറയും, അതായത് കുറേ കാര്യങ്ങൾ പറയാൻ ഫസ്മിനെ ഇനീഷ്യേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, ഓക്കെ ഫസ്മിനയ്ക്ക് ദേഷ്യം കാണും. കാരണം ഫസ്മിനയ്ക്കും ഉണ്ടാവില്ല ഒരു ആങ്കർ, ഒരു ഫാനം, ഒരു റിലേഷനിൽ പോരുമ്പോൾ ഒരു സംഗതി ഉണ്ടാവും. അത് ആണിനും പെണ്ണിനും ഉണ്ടാവും. കാരണം അവർക്ക് അവരുടെ വേർഷൻസ് പറയാനുണ്ടാവും. ഇതിനകത്ത് ഇവരുടെ ഈ ഒരു സെപ്പറേറ്റഡ് ആയതിനു ശേഷം ഫസ്മിനയുടെ ആംഗിൾ തൊപ്പിനെ കുറിച്ച് പറഞ്ഞില്ല, തൊപ്പി ഫസ്മിനെ കുറിച്ച് പറഞ്ഞില്ല. അവർ കുറച്ചും കൂടി ഓക്കെ ആയിട്ട് രണ്ടുപേരും ഡീൽ ചെയ്ത് പോയതുകൊണ്ട് അത് അന്നേ പ്രശ്നമാവേണ്ടത് ആയില്ല. ഇപ്പോഴും അത് അങ്ങനെ ആവാതിരിക്കുന്നത് നല്ലത്. ഈ സ്റ്റേജിൽ പ്രത്യേകിച്ച് ഫസ്മിന വന്നെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്മിനയ്ക്ക് ഇരട്ടി നെഗ്ഗാവും. അത് ചിലപ്പോൾ തൊപ്പിക്ക് അതിലേറെ നെഗ്ഗാവും. എന്തിനാ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ? എന്തിനാ ഫസ്മിനൊക്കെ വലിച്ചതിനകത്ത് കൊണ്ടുവരുന്നത്? അവർ രണ്ടുപേരും പറയാത്തൊരു കാര്യം ഇനി നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട. എനിക്ക് ഫസ്മിനോട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇതിലേക്ക് ഇൻവോൾവ് ആകാതിരിക്കുന്നതാണ് ബെറ്റർ, വരാതിരിക്കുന്നതാണ് ബെറ്റർ എന്നുള്ളത്. ഇനി റെസ്റ്റ് ഈസ് അപ് ടു ഫസ്മിന. ഇതുവരെ ഫസ്മിന വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ ലൈവും കൂടി കണ്ടപ്പോൾ ഫസ്മിനയ്ക്ക് മനസ്സിലായി ഇവന്മാരപ്പം ഇനി എന്തെങ്കിലും രീതിക്ക് തൊപ്പിയുടെ അന്നുണ്ടായ സംഗതികൾ പറയാൻ പോയി കഴിഞ്ഞാൽ നിന്ന് കത്തും. നിന്ന് അവിടെ ആ ഒരു എന്താ പറയുക, ഇവന്മാരെങ്ങനെയാണോ അന്തം വിട്ട് നിൽക്കുന്നത് അതുപോലെ നിൽക്കേണ്ട ഒരു അവസ്ഥയെന്നുള്ളത് അറിയുന്നതുകൊണ്ട് ഫസിക്കൊന്നും പറയണ്ടാവില്ല. ഫസിക്ക് ഒരുപാട് പറയാനുണ്ട്, ബട്ട് ഫസീൻ്റെ ചാപ്റ്റർ ക്ലോസ് ആയി എന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. വാണം വിടൂല, പുണ്യാളന്മാർ വാണം വിടൂല. ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് നിങ്ങളെ തൊപ്പി. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ തൊപ്പി. ഇന്നലെ വന്ന ഒരുത്തൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്തൊക്കെയോ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വാണം വിടാത്ത ആളല്ലേ ഇവൻ പേഴ്സണലായിട്ടല്ല ഇവൻ വാണം വിടൂ അല്ലേ? അങ്ങനെയല്ലേ ഇവൻ അല്ലേ? അങ്ങനത്തെ ആളല്ലേ അല്ലേ? അങ്ങനെയല്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞത് ഓൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറയുന്നല്ലേ, ഓൻ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഓൾഡാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഓൾഡ് തന്നെയാണ്. വെയിറ്റ് ചെയ്യ്, ഇത് ഓൾഡ് തന്നെയാണ്. ഓൾഡ് ആണെങ്കിൽ എന്താ? അപ്പോൾ ഷമീറിൻ്റെ ഒരു വീഡിയോ തൊപ്പിയിട്ടത് കൊണ്ട് തൊപ്പിയുടെ ഒരു വീഡിയോ ഷമീറുണ്ട്. ഞാൻ ആലോചിക്കുന്നത് അതാണ്. ഇപ്പോൾ മാസ്റ്റുർബേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രൈവറ്റായിട്ട് നമ്മളെ പ്രൈവസിയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഇവരൊക്കെ ഇത് ഓപ്പണായിട്ടാണ് അവിടെ ചെയ്യുന്നത്. അത് ഇവന്മാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഹരി അടിച്ച് തല തിരിഞ്ഞിരുന്നിട്ട് ആരെ മുന്നിൽ എന്തെന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് MRC ഗ്യാങ്ങായിട്ട് നിന്ന സമയത്ത് ഗ്യാങ് ഹൗസിനകത്ത് കയറുമ്പോൾ ഇവന്മാരൊക്കെ തുണി ഊരിട്ടിട്ട് സാധനം കൊലപ്പിച്ച് നടക്കാറാണോ? എന്നിട്ട് ഫോൺ ഓണാക്കി തമ്മിൽ വീഡിയോ എടുത്തിട്ട് എന്തെന്നാ മക്കളെ നിങ്ങൾ കാണിച്ചു വിട്ടുണ്ട്? ഒരുത്തം മറ്റൊരുത്തം മാണടിക്കുന്നത് എടുത്ത് വെക്കുക, എന്നിട്ട് തരം പോലെ എടുത്ത് പുറത്തിടുക. അപ്പോൾ ഇവൻ ഇത് കൊടുന്നിട്ടു ഷമീർ ഇട്ടിട്ട് ഷമീർ പറയുന്നത്, ഷമീർ ഇവിടെ എന്താ നോക്കുന്നത് അറിയോ? നിങ്ങളിത് വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഷമീർ ഇവിടെ ഇന്നലെ തൊപ്പിയുടെ ഈ വാണം വീഡിയോ കൊടുന്നിട്ടിട്ട് ഷമീർ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പീനെ എക്സ്പോസ് ചെയ്ത് വിടുക. അതായത് തൊപ്പി ഷമീറിനെ എക്സ്പോസ് ചെയ്ത പോലെ എക്സ്പോസ് ചെയ്ത് വിടുക എന്നുള്ളതല്ല. ഷമീർ ചെയ്തത് കൈപ്പിടിയാണ്, KPD ആണ്. അതുപോലെ ഇവനും ചെയ്യുന്നുണ്ടല്ലോ KPD. അപ്പോൾ ഇത് KPD ആണ് എന്നുള്ള രീതിക്കാണ്, മനസ്സിലായോ? അതായത് പാണമടിയാണ് എന്നുള്ള രീതിക്ക്. പക്ഷെ തൊപ്പി എഗെയിൻ അവർ തൊപ്പി വെച്ച വീഡിയോനകത്ത് പറയുന്ന ആംഗിൾ നിൻ്റെത് അതല്ല. നീ ഇപ്പം അതിലേക്ക് കൊണ്ടുവരാനാണത് നോക്കുന്നത്. നിനക്കത് കൗണ്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഷമീറെ. അത് കൗണ്ടർ ചെയ്യാനാണ്, അങ്ങനെ കൗണ്ടർ ചെയ്യുമ്പോഴാണ് ഇതൊരു ബോംബ് വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉപ്പാക്കും ഉമ്മാക്കും നിൻ്റെ ഗേൾഫ്രണ്ടിനും വേണ്ടിയുള്ള വീഡിയോ എന്ന് പറയുന്നത്. നീ അത് നേരെ നീ ചെയ്തത് വാണമടിയാക്കി തൊപ്പി പറഞ്ഞത് പക്ഷേ വേറൊരു ആംഗിളിൽ.
ഇപ്പോൾ തൊപ്പിയുടെ ഒരു വീഡിയോ നീ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്തിട്ട് നീ ആ വാണമടി ആംഗിളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിൻ്റെതും വാണമടി തൊപ്പിയുടെയും വാണമടി. ഏത് ഇതാണ് ഇന്നലെ എനിക്ക് ലൈവിൽ നിന്ന് ഈ ഒരു പോർഷൻ മനസ്സിലായത്. ഇവൻ ഉദ്ദേശിക്കുന്നതാ, അല്ല തൊപ്പി ഇത് കാണിച്ചു, തൊപ്പി അങ്ങനെ അതല്ല, അതിലൂടെ ഇവൻ വെളുക്കണം. മനസ്സിലായോ? അതാണ് സാധനം. അത് കള്ളു കുടിക്കാത്ത ആളാണല്ലോ. ഇതാ ഒരു പെഗ് അടിക്കലല്ലേ, ഒരു പെഗ് എന്നല്ല, എന്താ പറയാ, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അടിക്കും, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ് അല്ല അടിക്കാം മൂപ്പര്, ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പെഗ്. പല പരിപാടി ഈ നാട്ടിലെ എക്സൈസും നെർക്കോട്ടിക്സും അടക്കമുള്ളവർ ഈ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്യണം. ഇവന്മാർ ഈ ഒരു പോർഷൻ കാണിച്ചപ്പോൾ ഇന്നലെ തൊപ്പിയുടെ റൂമിനകത്ത്, തൊപ്പി ദുബായി പോയ സമയത്തെങ്ങാണ്ട് റൂമിൽ കയറിയിട്ട് ഇവന്മാർ ഈ സാധനങ്ങൾ എടുത്തു, തൊപ്പീനെ എക്സ്പോസ് ചെയ്യുന്നു, തൊപ്പി ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം എന്താ നിങ്ങൾ കണ്ടോ, ലഹരി അല്ലേ ഇത്, വെള്ളം മാത്രമേ അടിക്കുള്ളൂ എന്ന് പറഞ്ഞവൻ്റെ ഷെൽഫിലൊരു ഫുള്ള് കുപ്പി പ്ലസ് പച്ചല. ഇത് പറഞ്ഞ് ഈ സാധനങ്ങൾ കാണിക്കുമ്പോൾ ഇന്നലെ ലൈവ് മൊത്തം ഇതിൻ്റെ ഡേറ്റ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാൻ എവിടെയും ലൈവിൽ ഇവൻ ഡേറ്റ് കാണിച്ചായിട്ട് എൻ്റെ അറിവിലില്ല. നിങ്ങളാരെങ്കിലും കണ്ടോന്ന് എനിക്ക് അറിയാനും പാടില്ല. ഞാൻ കണ്ടിട്ടില്ല ലൈവിൽ ഇന്നലെ ഇവൻ ഡേറ്റ് കാണിക്കുന്നത്. പക്ഷേ ഒരുപാട് പേര് ഇവനോട് ഡേറ്റ് എന്ന് പറഞ്ഞ സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവൻ കാണിച്ചിട്ടില്ല ഡേറ്റ് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഡേറ്റ് കാണിക്കാതെ ഇത് ഏത് ടൈമിൽ എടുത്ത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമോ? ഇത് തൊപ്പിയുടെ റൂം തന്നെയാണെന്നുള്ളത് നമ്മളെങ്ങനെ കൺവിൻസ് ആവും? അങ്ങനെ പല സാധനങ്ങളും ഈ ഒരു വീഡിയോ കാണിച്ചതിനകത്ത് ഡൗട്ട്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഡൗട്ടില്ലാത്ത ഒരു സാധനമുണ്ട്, ഇവരെ ഇതിലൊക്കെ ഐറ്റം ഉണ്ട്. മനസ്സിലായോ? എന്താണെങ്കിലും നമ്മൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സും നർക്കോട്ടിക്സും ഇവിടുത്തെ എക്സൈസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യും. ഇവന്മാർ ചില്ലറ ടീംസ് അല്ല ഈ വിഷയത്തിൽ. ഇവൻ പറയുന്നത് ഇവൻ ഡെയിലി അടിയല്ലെന്നാ ഇവൻ പറയുന്നത്. ഇതുവരെ ഒരു പെഗ് പോലും തന്നില്ല. എങ്ങനെ അരക്കുപ്പി ആയെന്ന് പോലും അറിഞ്ഞൂടാ. ഡെയിലി അടിയല്ലേ, ഈ കുറേ ദിവസം വീട്ടിൽ പോയില്ലേ, അതൊന്നും ഡെയിലി അടിയല്ലേ. എടാ ഈ അടിയെല്ലാം പേഴ്സണലായിട്ട് എടുത്തു വെച്ചാൽ അത് നല്ല പരിപാടിയാണ്. മനസ്സിലാ, ഡെയിലി അടിയാന്ന്. എടാ ഒറ്റ മിനിറ്റ് മുത്തേ പാമ്പ് ജാസി അവിടെ ഒറ്റ മിനിറ്റ് മുത്തേ എന്നുള്ള മാസ് ഷോ അവിടെ തന്നെ കളിക്കുന്നുണ്ട്. ഇതല്ല, ഈ വെള്ളമടിയാണ് ഇവൻ ഈ പറഞ്ഞ പോലെ എക്സ്പോസ് ആണല്ലോ, തൊപ്പീനെ എക്സ്പോസ് ചെയ്യാണല്ലോ. വെള്ളമടി പറഞ്ഞിട്ടാണ് എക്സ്പോസ് ചെയ്യുന്നത്. തൊപ്പിനെ പറയുന്നുണ്ട് ഒരു പെഗ് അടിച്ചു, അല്ലെങ്കിൽ ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ അടിക്കാറുണ്ട്. ഇപ്പം അടിച്ചു എന്ന് തന്നെ വിചാരിച്ചോ? ഇവിടെ തൊപ്പിയുടെ വെള്ളമടിയാണോ വിഷയം? വെള്ളം നമ്മളെ വാട്ടർ പറയാറ് വാട്ടർ ബോയ്സ് അതല്ല സംഗതി. കള്ളുകുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് നിൽക്കുന്ന ഐറ്റം അല്ല ഈ കള്ളു കുടിച്ചത് അലമ്പായി വിഷയമായി ഇനി എന്തെങ്കിലും ഒരു ഭയങ്കര ക്രൈമിലേക്ക് പോയാൽ അതൊരു സീൻ എന്നുള്ളതൊക്കെ പറയാം. അല്ലെങ്കിൽ ഇത് നല്ല കാര്യമൊന്നുമല്ല. പിന്നെ ചെയ്യേണ്ടവരൊക്കെ ചെയ്യും, പേഴ്സണലി ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ സർക്കാരിന് നിൽക്കുന്ന ഐറ്റം ആണല്ലോ. അതൊക്കെ വെച്ച് എക്സ്പോസ് ചെയ്യാനാണ് ഷമീർ വന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷമീറിനെ സമ്മതിക്കുന്നത്. ഇതൊന്നും അല്ലല്ലോ നിങ്ങൾക്കെതിരെ തൊപ്പി അഴിച്ചു വിട്ട അലിഗേഷൻ. എവിടെന്നെങ്കിലും ഒരു ക്വാർട്ടറോ അല്ലെങ്കിൽ ഫുള്ളോ മേടിച്ച് വന്ന് ഡെയിലി വെച്ച് അടിക്കുന്നു ഷമീർ അല്ലെങ്കിൽ മമ്മൂ എന്നുള്ള അലിഗേഷനാണോ, ജാസി എന്നുള്ള അലിഗേഷനാണോ നിങ്ങൾക്കെതിരെ തൊപ്പി അഴിച്ചു വിട്ടേ? തൊപ്പി എക്സ്പോസ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരു കുപ്പി അടിക്കും അല്ലെങ്കിൽ ഇത്ര അടിക്കുന്നൊക്കെ പറഞ്ഞ് ഡെയിലി അടിയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഞാൻ പറയുന്നു തൊപ്പീൻ്റെ ക്യാരക്ടർ ഇവിടെ നാട്ടുകാരുടെ മുന്നിൽ പൊളിഞ്ഞിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവന്മാർ വെച്ച് അത് പൊളിക്കാൻ നോക്കിയത് കോമഡി ആയിപ്പോയി. ഏത് പട്ടി കുറേ നാൾ ഇവനത് പണിയെടുത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസത്തോളം ഇവൻ ആ ഒരു സാധനം പണിയെടുത്തിട്ട് 5ൻ്റെ പൈസ എനിക്ക് വേണ്ട, ഞാനത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇവനത് കൊടുത്തിട്ടില്ല. ഒരു ദിവസം ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റൽ കേസ് വന്നിട്ട്, അതായത് ഈ ജോൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ഒരു അബോർഷൻ കേസ് വന്നിട്ട് അന്നും ഇവന് ചോദിച്ചിട്ട് ഇവൻ ഫോൺ എടുത്തിട്ടില്ല, അവൻ വിളിച്ചെടുക്കും. ചെക്കൻ എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞ് പറഞ്ഞിട്ട് ഒന്ന് ചോദിക്കും, ഒന്ന് വിളിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്നിട്ട് പോലും ഇവനത് കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റൽ കേസ്, ഒരു അബോർഷൻ കേസ്, അതിൻ്റെ തെളിവുണ്ട്. ഞാൻ ഇവനക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവൻ്റെ നമ്പറാണ്. അവൻ്റെ GFൻ്റെ ആ ഹോസ്പിറ്റൽ ഡേറ്റ് കറക്റ്റ് ഉണ്ടോ, നമ്പർ വേണം കാണിച്ചു തരാം. ഇതവൻ്റെ നമ്പറാണ്. ആ ഹോസ്പിറ്റലിൽ ആ അബോർഷൻ കേസ് വന്നിട്ട് അവൻ പറഞ്ഞ ഡയലോഗ് എന്താ, ഇതാ ഡിസിഷൻ പറയാൻ പറഞ്ഞിട്ട് ഇവന് വിളിച്ചിട്ട് ഞാൻ ആലോചിക്കട്ടെ പൈസൻ്റെ ഇത് പറഞ്ഞിട്ട് ഡിസിഷൻ പറയാനായിട്ട് ഇവൻ എന്നെ വിളിച്ചു. എന്നിട്ട് എന്തേ ഇവനത് കൊടുത്തിട്ടില്ല, ആ പൈസ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഡിസിഷൻ പറയുന്ന പറഞ്ഞിട്ട് പിന്നെ മെസ്സേജ് അയച്ചു. ഈ ചെക്കനാണെങ്കിൽ 5ൻ്റെ പൈസ കിട്ടായിട്ട് എന്നെ പറയാം, കാരണം എന്നെ വിശ്വസിച്ചിട്ടാണ് അവിടെ പണിക്കുന്നത്, മീൻസ് അവിടെ നിന്നത്. എന്നിട്ട് ഞാൻ എന്തെന്നറിയോ, ഓന് 25 സെറ്റാക്കി, 25,000 രൂപ സെറ്റാക്കി, എന്നാൽ 30,000 രൂപ എന്താ ചിലവാ. 10 കൂടെ കിട്ടിയാൽ നാളെ തന്നെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി അവന് മെസ്സേജ് ഇട്ടു.
25 സെറ്റാക്കിയതിൻ്റെ പൈസ എങ്ങനെ കൊടുത്തരോ? ഞാൻ എൻ്റെ ഫോൺ വിറ്റിട്ടാണ് അവന് പൈസ കൊടുത്തത്. എൻ്റെ ഫോൺ വിറ്റിട്ട് ഇതാ ഞാൻ പറയുന്നത് എനിക്ക് മെസ്സേജ് ഇതാ, ഞാൻ എൻ്റെ ഞാൻ ഫോൺ സെയിലാക്കും, ഒരു 2K എങ്കിലും തരുമെന്ന് അവനോട് ചോദിച്ചു. 2K പോക്കുണ്ണേ ഞാനോട് ഊമ്പിയിട്ടുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചതാ. ഇതാ പോക്കുണ്ണേ ഞാനോട് ഊമ്പിയിട്ടുള്ളത്. എൻ്റെ ആവശ്യം പോലെ അല്ലാണ്ട് നിന്നിട്ട് ഇവൻ്റെ കയ്യിൽ പണിയെടുത്ത ഒരു പാവത്തിൻ്റെ ഹോസ്പിറ്റൽ കേസ് വന്നിട്ട്, അപ്പോൾ ആ അബോർഷൻ കേസ് വന്നപ്പോൾ ഇവൻ്റെ 5ന്റെ പൈസ അവന് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഫോൺ എഗെയിൻ ഇന്നലെ ഇവന്മാർ ചെയ്തതിൽ അഷ്വാക്ക് പറഞ്ഞ എഡിറ്റർക്ക് പൈസ കൊടുക്കാത്ത സീൻ, അതൊരു സീൻ തന്നെയാണ്. ഈ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുത്ത് സെറ്റിലാക്കി വെറായിട്ടുണ്ട്. ഒരാളെ കൊണ്ടൊരു പണിയെടുപ്പിച്ച് അയാളെ ആ പണീൻ്റെ റിസൾട്ട് മേടിച്ച് ഇത് ചില ആൾക്കാർ ചെയ്യുന്ന പണിയാണ്. ലാസ്റ്റ് എന്ത് ചെയ്യുന്ന പറയാം, ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയില്ല, ഞാൻ വിചാരിച്ച പോലെ ആയില്ല, എനിക്കിപ്പോൾ തരാൻ പറ്റില്ല, അങ്ങനത്തെ ഊമ്പിയ പരിപാടികൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനത്തെ പണി ചെയ്യാൻ പാടില്ല. പണിയെടുത്താൽ പൈസ കൊടുക്കണം. ഈ ഒരു പോർഷനകത്തും എക്സാക്ട്ലി ഒരു എന്താ പറയുക, ഒരു പ്രൂഫ് ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനത്തെ സാധനങ്ങൾ സെറ്റിൽ ഡൗൺ ചെയ്യാത്തത് അത് മോശം തന്നെയാണ്. അത് തൊപ്പിയുടെ ഭാഗത്ത് അങ്ങനത്തെ സംഗതികൾ ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. കാരണം ഞാൻ മമ്മൂനും ഷമീറിനും ഓരോ 2 തലമുറയ്ക്കും ജീവിക്കാനുള്ള പൈസ ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയെന്ന് ലൈവിൽ വിളിച്ച് പറഞ്ഞ തൊപ്പിയാണ്. അങ്ങനെ കാശിൻ്റെ മുകളിൽ കടന്നിറങ്ങുന്ന തൊപ്പിക്ക് ഒരുത്തിന് ഒരു 10-25,000 റുപ്യ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു എടുത്ത വർക്കിൻ്റെ പൈസ കൊടുക്കാൻ ഇല്ല എന്നാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇത്രയും കാശുണ്ടാക്കിയെന്നുള്ളത് ചോദ്യം തിരിച്ച് തൊപ്പിനോട് ചോദിക്കണം. അതോ അണക്ക് ഒരാളുടെ വർക്കിന് വില ഇല്ലാതായോ? ഇത്ര ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്നു, സ്വന്തം പൊന്തി വന്നു, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന തൊപ്പി പാവപ്പെട്ടവൻ്റെ അധ്വാനം കണക്കാക്കാതെ, അല്ലെങ്കിൽ ആ അധ്വാനത്തിന് വിലയിടാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വളർച്ചയാണോ വളർന്നതെന്നുള്ള ചോദ്യത്തിലേക്ക് മാറും. ഈ ഒരു പോർഷൻ ഒക്കെയാണ്. അവ അല്ലാണ്ട് വേറൊന്ന് കൂട്ടി പറയുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ഇടുന്നതും. അത് നീ നാളെ കാണിക്കണോട്ടെ. നീ നാളെ ആടെ നിങ്ങൾ എന്താ പറയുന്നത്? എന്താന്ന് അവിടെ വീഡിയോ എടുക്കുന്ന നമ്മള് വീഡിയോ എടുക്കുന്നില്ലാന്നേ ഉള്ളൂ. അവിടെ കണ്ട ശരത്ത് പോലും അണ്ടി കാട്ടിച്ച് നടക്കലാന്ന്. അങ്ങനത്തെ ഫ്രീഡാന്ന് ആ ഗ്യാങ് ഹൗസില്. പക്ഷെ നമ്മള് വീഡിയോ അങ്ങനെ എടുക്കുന്നില്ലാന്നേ ഉള്ളൂ. അല്ല, വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാണ്ടൊന്നുമില്ല. വീഡിയോ എന്താ എടുക്കാണ്ട്? അല്ലെങ്കിൽ നമ്മൾ മാത്രം കള്ളന്മാരായിപ്പോ തന്നെ ഇത്രയും ഇതുണ്ടാവില്ല നമ്മളതില്. മതി. ഇനി അനാൻചാന്റെ MRC അണ്ടി ഗ്യാങ്, MRC അണ്ടിമുക്ക് എന്നൊക്കെ പറയേണ്ട ഒരു ഇതിന് എന്താ ചേല. എന്നാൽ പിന്നെ ആ വീഡിയോ കൂടി എടുത്ത് പുറത്തിടെ. ഇനി ഓൻ്റെ അങ്ങനെ വീഡിയോ ഉണ്ടെന്നില്ല അതുകൂടി പുറത്ത് വന്ന മമ്മോ ഈയൊക്കെ എന്താ ചെയ്യുക? ഉളുപ്പില്ലാന്ന് മനസ്സിലായി. കാരണം അങ്ങനെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടും അതിൻ്റെ മുകളിൽ മെഴുകലാണ്, അല്ലെങ്കിൽ അതിന് മുകളിലൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കലോ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു ക്ലാരിറ്റിയിൽ സംസാരിക്കലോ അതൊന്നുമില്ല. അത് വല്ല വാണമടിയാക്കി മാറ്റി. അങ്ങനെ ഷമീർ അവിടെ ഇരുന്ന് വാണടിക്കുകയാണ്. ഈ ഇപ്പുറത്തുനിന്ന് അവൻ്റെ ഞാൻ പറയില്ല, എടുത്ത് കയ്യും കാലും ഇട്ടത് പിന്നെ എന്തിനാ? പിന്നെ ഷമീർ പറയുന്നുണ്ടല്ലോ അങ്ങനെ വീഡിയോ എടുക്കാത്തതൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ വീഡിയോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലൈവിനകത്ത് ഈ ആദ്യം പൊട്ടിക്കാൻ പോണത് ആ വീഡിയോ ആയിരുന്നു ഷമീർ. അത് ഈ ചെയ്തിട്ടില്ല, മനസ്സിലായി? അപ്പോൾ അതിന് തന്നെ അറിയാം അങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല. പിന്നെ എല്ലാവരും അവിടെ കൊലപ്പിച്ച് കിടക്കലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്നു, എന്ത് ഗതികെട്ടൊരവസ്ഥയാണ് ആ വീട്ടിൽ നിങ്ങളത്. എന്ത് ഫ്രസ്ട്രേഷനാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ. ഇതെന്താ പറയുക, ഇതൊക്കെ മറ്റേൻ്റെ കിക്കെന്ന് ഞാൻ പറയും, ലഹരി. എന്തൊക്കെ മാരകമായ സാധനങ്ങളാണ് ഈറ്റങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് ഈറ്റങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളതുമാണ് പിന്നെ ഡൗട്ട്. കാരണം ഒരു ഗ്യാങ് ഹൗസിനകത്ത് ഫ്രീഡം, ഇതിന് ഫ്രീഡം എന്നല്ല പറയുക, കഴപ്പന്മാരുടെ കൊലക്കിലെന്ന് പറയും ഇതിന്. മനസ്സിലായോ? കൊലപ്പിച്ചിറക്കി കുറേ കഴപ്പന്മാർ, എന്നിട്ട് പരസ്പരം പറയുന്നില്ല. ഈ റോട്ടിൽ ബ്രദർ, ട്രസ്റ്റ് മൈ വേർഡ്സ്, നീ റോഡിൽ ഇറങ്ങിയാൽ നിന്നെ കല്ലെടുത്തെറിയും. ഈ പറയുന്ന മുഖവും പേരും നീ ഓർമ്മിച്ച് വെച്ചോ. നീ ക്യാമറ നോക്കി എന്നോടെന്തോ പറഞ്ഞല്ലോ, നീ ഇതൊന്ന് കേട്ടോ. ഞാനിപ്പം കിക്കിലൊരു 10% കാണിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു 40% കാണിക്കും. ബാക്കി ശതമാനം നീ കണ്ടോ, മനസ്സിലായി? അത് ഇറങ്ങിയാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല എന്തായാലും. അപ്പൊ ഇത് കാണും, ഇത് കണ്ടിട്ട് ഇതാക്കും പോണ. ഓക്കെ ഇറക്കി വിടുമ്പോൾ 5, 10, 20, 30, 40, 50 ഒക്കെ ആയിട്ട് ശതമാനത്തിൽ ഇറക്കി വിട്ടാൽ മതി. എന്നാലും കണ്ടന്റ് കുറച്ച് കാലത്തേക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ, തൊപ്പിക്കാണെങ്കിലും അണക്കാണെങ്കിലും എനിക്കാണെങ്കിലും നമുക്കൊക്കെ മുതലാവുന്നത് അങ്ങനെ കണ്ടന്റ് ഇട്ടാലോ. ഒറ്റയ്ക്കിട്ട് കളയില്ലേ. ഇന്നലെ ഫിറോസ് ഖാൻ ചെയ്ത പോലെ ഒറ്റയ്ക്ക് ഒരു 3 പാർട്ടായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അങ്ങനെ പകുതി ഇട്ടാൽ മതി. ഓക്കെ, അവിടെ നിന്ന് ഇവിടെ നിന്ന് ടേബിൾ ടെന്നീസ് കളിക്കാൻ മതി. ഇവിടുന്ന് അങ്ങോട്ടിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടിട്ട് അത് മതി. അപ്പോൾ നമുക്ക് മുതലാവും. ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല, ഞാൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ചെയ്തു, അത് എന്തുകൊണ്ട് ചെയ്തു, എന്തിനു ചെയ്തു, അതാണ് ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ 40% കണക്ക്, 10% കണക്ക്,
പിന്നെ ഒരുത്തം വെല്ലുവിളിക്കുമ്പോൾ അതേ ലെവലിൽ വെല്ലുവിളിക്കുക അങ്ങോട്ട്. എന്താണ് ഇതിൻ്റെ ആവശ്യം? നീ എന്തിനാ ലൈവ് ചെയ്യാമെന്നല്ലേ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ ഗേൾ ഫ്രണ്ടിനും വേണ്ടിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് എന്താ ഉണ്ടായത്? വെല്ലുവിളി മാത്രമായിട്ട് അത് ബാക്കിയായത്. ഓക്കെ, തൊപ്പിയുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ ക്യാരക്ടർ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് പേഴ്സണൽ ലൈഫിൽ. പക്ഷേ അതൊന്നും അവൻ പുറത്ത് കാണിച്ചിട്ടില്ല. അത് നിങ്ങളുടെ ഇടയിൽ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, പേഴ്സണൽ ലൈഫിൽ അവൻ പറയുന്ന വർത്തമാനങ്ങളാണ്. അങ്ങനെ എത്രയോ പേര് പറയാറുണ്ടാവും ഇല്ലേ? ഇപ്പം ഞാനൊക്കെ എൻ്റെ പേഴ്സണൽ സ്പേസിൽ മായും പായും തായും കൂട്ടിയിട്ട് തന്നെ സംസാരിക്കാറ്. ഏതെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് അത് എടുത്തിട്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ നാളെ സീക്രട്ട് ഏജൻറ്റ് ഇങ്ങനെ എടുത്തരാം. ഞാൻ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഉള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നാലാണ് എനിക്ക് എൻ്റെ കംഫർട്ട് സോണിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്ക് ക്ലോസ് ആയിട്ടുള്ളവരുടെ ഇടയിൽ ചിലപ്പോൾ തെറി വിളിക്കും, വേറെ വല്ല വർത്തമാനവും പറയും. പക്ഷെ പുറത്തിറങ്ങിയിട്ട് നാലാളെ കാണിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് ഹേർട്ടാവുന്ന പോലെ, അല്ലെങ്കിൽ ഒരാളെ മോശക്കാരൻ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അത് എന്താ പറയുക, ഇത് ഇങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ നീ തൊപ്പീനെ റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പുമായിരിക്കും. ചിലപ്പോൾ കാണുമ്പോൾ അയ്യെന്ന് പറയുമായിരിക്കും, ക്രെഡിബിലിറ്റി പൊളിഞ്ഞു, ക്യാരക്ടർ എക്സ്പോസ്ഡായി, എല്ലാം ആയി. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എന്താ പറയുക, അതൊക്കെ ചെയ്തത് ഒരുമാതിരി വൃത്തികേടിലൂടെയാണ്, കട്ടപ്പ എഫക്റ്റിലൂടെയാണെന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ മാറ്റം. അപ്പോൾ എങ്ങനെയാണോ തൊപ്പിയുടെ ക്യാരക്ടർ എക്സ്പോസ്ഡായ അതിന് ഇരട്ടിക്ക് നിൻ്റെതുമായി. ഒരാളുടെ ഒപ്പം ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുത്തനാണ്, എല്ലാം എടുത്തു വെക്കുന്ന ഒരുത്തനാണെന്നുള്ള രീതിക്ക് മാറിക്കഴിഞ്ഞാൽ നീയും ട്രസ്റ്റബിൾ അല്ല എന്നുള്ള സാധനം വരും. പിന്നെ ആരും ലൈഫിൽ തന്നെ ആരും ട്രസ്റ്റ് ചെയ്യില്ല. പിന്നെ മനസ്സിലായില്ലേ നിങ്ങൾ ആരെയും? അതാണ് ഇപ്പോൾ സീനുണ്ടായത്. ആണാണ് ബ്രദർ, ആണാണ്, കുണ്ടനല്ല നിന്നെ പോലെ. അത് കാണിക്കും, മനസ്സിലായോ? കുണ്ടനല്ല. സ്വയം ഞാനിരുന്ന് വീഡിയോ നോക്കിയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഞാൻ എന്തിന് മമ്മൂനെ കുണ്ടനടിക്കണം? എന്നാൽ പിന്നെ ഞങ്ങൾക്ക് മമ്മൂനെ കുണ്ടനടിച്ചാൽ പോരെ? ഞാൻ വീഡിയോ നോക്കി ഈ പറഞ്ഞ പോലെ മാസ്റ്റർബേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്തിനാ പിന്നെ മമ്മൂനെ കുണ്ടനടിക്കാൻ പോകുന്നത്? അത് ഞാൻ വേറൊരു കാര്യം, ഓപ്പൺ ചാലഞ്ച് പറഞ്ഞല്ലോ. ഇവൻ വീണ്ടും ഇരുന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ അടിയല്ല, അത് ഇവൻ കൈപ്പണി കൊടുക്കലാണെന്നുള്ളത് എത്തിക്കണം. തൊപ്പി പറഞ്ഞത് ഇവൻ ആ സാധനം പറഞ്ഞു വരുത്തുക എന്നുള്ള രീതിക്കാണ്. അല്ലെങ്കിൽ അത് അവൻ ആദ്യമേ എന്ത് ചെയ്യും, അപ്പോൾ തൊപ്പീൻ്റെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് ഒരു സാധനം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തൊപ്പിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടോ ഇതൊന്നും കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് സ്ട്രെയിറ്റ് അവേ തൊപ്പി പ്ലേ ചെയ്ത വീഡിയോനകത്ത് ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഈ വെള്ളം അടിച്ചു എന്ന് പറഞ്ഞു, ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന്, ഞാൻ ഒരു മറ്റേ വീഡിയോ കണ്ടിട്ട് ഞാൻ കൊടുക്കുകയായിരുന്നു, മറ്റവനും അവിടെ അടിച്ച് കിടക്കുകയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും നാട്ടുകാർ കൺവിൻസ്ഡ് ആവുമെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ എന്താ ഉണ്ടായത്? തൊപ്പീനെ എക്സ്പോസ് ചെയ്യാനാന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ അയച്ചു വിട്ടിട്ട് നിന്നെ ന്യായീകരിക്കാൻ നോക്കിയ സമയത്ത് നീ വീണ്ടും എന്തായി, ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് അവിടെ വലിഞ്ഞു പോയി. അല്ലപ്പം ഉണ്ടായത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ ചോറിൽ അത് മണ്ണ് വാരുന്ന പരിപാടിയിലേക്ക് വരും. ചോറ് ഒന്നാമത് ഇടും, ചോറിനെ കിട്ടുന്നില്ല. അതെ, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നാമത് ഇടാം, ചോറിനെ കിട്ടുന്നില്ല. ഒന്നാമത് പൈസ കിട്ടുന്നില്ല, രണ്ടാമത് എന്ന് പറഞ്ഞാൽ ചോറാ കിട്ടുന്ന, ആ ചോറിലും കൂടി മണ്ണ് വാരി ഇടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അല്ലാണ്ട് നിന്നോട് ഞാൻ പറയാം, നിന്നോട് എനിക്ക് യാതൊരു ഇതും ഇല്ലാട്ടാ. ഞാൻ ആരും ഒന്നും പറയുന്നില്ലല്ല, ഞാൻ ആരോടൊന്നും അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ആകത്തുന്ന കുറച്ച് ചോറാണ്, ആ ചോറിനും കൂടി കണക്ക് പറഞ്ഞു എന്നെ അടുത്ത്. മുനു കഴിച്ച ഫുഡിന് കണക്ക് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. മുനു ഇപ്പൊ അടുത്തേക്ക് ചാടി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പൈസ ഇതുണ്ടാകുമ്പോ എല്ലാവരും അങ്ങനെയൊന്നും തന്നെയാണ്. അപ്പൊ മുനു അങ്ങോട്ടേക്ക് ചാടി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് വീഡിയോ ഇടുന്നത്. ഇത് ഞാൻ ഇടണ്ടെന്ന് വിചാരിച്ചു. ഈ ഓഡിയോ കടന്നതിന്റെ കണക്ക് അല്ലെ ഇരുന്നിന്റെ കണക്ക് ചിലപ്പോൾ ഞാൻ എന്താ പറയാ വെറുതെ ആ ഏരിയയിലൊന്നും അവിടെ നീ ഏരിയയിൽ വന്നില്ല, ഏരിയയുടെ കണക്ക് കൂടി പറയുന്നു. കേൾക്കാൻ താല്പര്യമില്ലടാ, വേണ്ട. എന്തിനാ നീ കണക്കുകൾ കൊറേ കണക്ക് കൊറേ ഇതും അത് ഇത് എന്തിനാന്ന് വെറുതെ കേൾക്കാനാക്കുന്നേ? അമ്മേന്റെ കണക്കാണ്. ഇത് പറഞ്ഞിട്ടില്ലാന്ന് മുനു പറയട്ടെ, ഇത് അവൻ പറഞ്ഞിട്ടില്ലാന്ന് മുനു പറയട്ടെ. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, മുനവർ എനിക്ക് അവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തി, കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നൊരു വ്യക്തി മുനുവാണ്. ഇവൻ ഈ വെച്ച മുനുവിൻ്റെ വോയിസിനകത്ത് മുനു പറയുന്നുണ്ട് അത് ഇഷ്യൂസ് ഉണ്ട്, മുനുവും തൊപ്പി തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി, മുനു തൊപ്പീനെ ഒരു അവസ്ഥയിൽ ഇട്ടിട്ട് പോകില്ല, പിന്നു കൂത്തില്ല, അതൊന്നും ചെയ്യില്ല. ഇതിപ്പോൾ ഷെമീറിനോട് സംസാരിക്കുന്ന സമയത്ത് ഈ കണക്ക് പറഞ്ഞതിൻ്റെ കഥയും ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് കണക്ക് ആയതിൻ്റെ കഥയൊക്കെ മുനോർ പറയാനുള്ളൊരു സിറ്റുവേഷൻ വന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്, ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. ഇതിൻ്റെ ഡേറ്റ് ഓഫ് സിറ്റുവേഷൻ ഒന്നും ഇവർ പറയുന്നില്ല. മുനുവിൻ്റെ വോയിസ്, മുനു തൊപ്പിയെ തള്ളി പറയുന്നു എന്ന് പറഞ്ഞ വോയിസ് മാത്രമാണ് ഇവർ കേൾപ്പിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഈ സിറ്റുവേഷൻ അറിയാം. അതായത് ഒരു ടൈമിൽ ഈ ഫസി ഉള്ള സമയത്ത് മുനു മാറിപ്പോയിട്ടുണ്ട് തൊപ്പീൻ്റെ അടുത്ത് മുനോർ മാറിപ്പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്മിനുള്ള ആ ഒരു സമയവും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊന്നും മുനവറിന് അത്ര ഓക്കെ ആയിരുന്നില്ല. ഓക്കെ, ചിലരങ്ങനെയാണ്, ചിലരുള്ള സമയത്ത് ചിലർക്ക് ഓക്കെ ആവില്ല. ഇപ്പോൾ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് തൊപ്പിയുടെ മുനവർ.
ആൻഡ് തൊപ്പിക്ക് ഫസീനായിട്ട് റിലേഷൻ വരുന്നു, അവർ രണ്ടുപേരും ക്ലോസ് ആവുന്നു, പിന്നെ എല്ലാ കാര്യങ്ങളും ഫസി മാനേജ് ചെയ്ത് തുടങ്ങുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ മുനുവും ഫസിയും തമ്മിലുള്ള ചെറിയ ഫ്രിക്ഷൻ, അതിൽ തന്നെ തൊപ്പി എന്താ പറയുക ഫസിയുടെ സൈഡ് എടുക്കുന്നു, അങ്ങനെ മുനു മാറിപ്പോകുന്നു. ഈ സിറ്റുവേഷനിലായിരിക്കണം മുനവർ ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലേറ്റർ ഓൺ അത് അവർക്ക് ആ റിലേഷൻ ഫസ്മീന തൊപ്പി റിലേഷൻ മാറിപ്പോയപ്പോൾ തൊപ്പി തന്നെ മുനവറിനെ വിളിച്ചു, മുനവർ തൊപ്പീനായിട്ട് സംസാരിച്ചു, അവരത് സോർട്ട് ചെയ്തു. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഫ്രണ്ട്സ് ആണെങ്കിൽ അതാ പറഞ്ഞ് വിഷയങ്ങൾ തീർക്കും. അങ്ങനെ മുനുവും തൊപ്പി തമ്മിലുള്ള തീർത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഓഡിയോ കൊണ്ടെന്ന് വെച്ചിട്ട് മുനവർ ഇപ്പം കാശിന് ചാടി എന്നൊക്കെ പറയുമ്പോൾ മുനവറിന് എന്തിനാടാ കാശ് തൊപ്പിയുടെ? മുനവർ നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി. കണ്ണൂരൊക്കെ പോണവർക്ക് മുനവറിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് കണ്ണൂർ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും തട്ടുകടയിൽ രാത്രി ഇരുന്നിട്ട് അധ്വാനം, സ്വന്തം തട്ടുകടയിലും രാത്രി ഇരുന്ന് അധ്വാനിക്കുന്ന ഒരുത്തനാണ്. ഇപ്പോൾ അവന് കുറച്ച് ഈ പറഞ്ഞ ഫാഷൻ ഫീൽഡിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ഫീൽഡിലേക്ക് മാറി. ഇപ്പോഴും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ആ തട്ടുകടയിൽ കാണും. മുനവർ അതാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് മുനവറിൻ്റെ ഓഡിയോ വെച്ചിട്ട് മുനവർ തൊപ്പിയെ കുറ്റം പറഞ്ഞെന്നുള്ള ആംഗിളൊന്നും കൊണ്ടുവരില്ല ഷമീറെ. ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോടാ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? അനാൻ ഷാന്റെ കൂടെയുള്ള ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ, മനസ്സിലായോ? ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ ഇറാനി പോള എന്ന് പറഞ്ഞ ഒരു നോമ്പിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നോമ്പിന്റെ സമയത്ത് ഇവൻ ഇത് പറയണം എന്ന് ആലോചിക്കണം. നോമ്പിന്റെ സമയത്താണ് ഇവൻ ഇത് പറയുന്നത് ആലോചിക്കണം. നോമ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ നോമ്പിന്റെ സമയത്ത് ഇവൻ ചെയ്ത പരിപാടി എന്താ അറിയോ? വ്ളോഗ് വെച്ചിട്ട് ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ കുത്തിയാൽ മതി. എല്ലാവരും ഹെഡ്ഫോൺ കുത്ത്, അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കില്ല. ഹെഡ്ഫോൺ കുത്തിയിട്ട് ഇത് കേക്ക്, ഹെഡ്ഫോൺ കുത്തിയിട്ട്, മനസ്സിലായോ? അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ പറയുന്ന വോയിസ് ഉണ്ട്. ഓൻ പറയുന്നത് എന്താന്ന് മനസ്സിലായോ? കട്ട് ചെയ്തിട്ടോളെ പൂറ്റിൽ കയറ്റുന്നു. ആരെ കുറിച്ചാ പറയുന്നത്? അനാൻ ഷാന്റെ കൂടെയുള്ള ഓന്റെ ഫ്രണ്ടിന്റെ വൈഫിനെ കുറിച്ചിട്ട് ഇവൻ പറയുന്നത്. ഇതും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിണ്ടല്ല കേരളമേ, നിന്റെ എല്ലാം വീട്ടിൽ കയറിയിട്ട് 18. കമ്മിങ് ടു ഹനാൻ ഷാ സൈഡ്. ഹനാൻ ഷായുടെ സാധനം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ കൊടുത്തൊരു ബിൽഡപ്പും ഒരു മാസ സാധനമൊക്കെ ഉണ്ട്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹനാൻ ഷായുടെ ഒരു ആംഗിൾ എന്തിനാണ് വെച്ചത്? തൊപ്പീനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹനാൻ ഷാനെ വെക്കണം എന്നുണ്ടെങ്കിൽ അതിലൂടെ ഹേർട്ടാവുന്നത്, അതിലൂടെ അവർ പേര് വരെ പറയുന്നുണ്ട് ആ പെൺകുട്ടീൻ്റെ. ഹനാൻ ഷായുടെ വ്ളോഗിലുള്ള കുട്ടിയുടെ പേര് വരെ പറയുന്നുണ്ട്. സത്യം പറയാലോ ഷമീറെ, നിന്നെ വെളുപ്പിക്കാനും നീ വെളുക്കാനും അല്ലെങ്കിൽ തൊപ്പീനെ ഇല്ലാതാക്കാനും തൊപ്പീനെ നാട്ടുകാർ മുന്നിൽ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് കാണിക്കാനും വേണ്ടി ചെയ്ത പരിപാടിക്ക് തന്തയില്ലാത്തരം പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടിയാണ് ഇന്നലെ ഹനാൻ ഷാൻ്റെ വീഡിയോ വെച്ചിട്ട് ആ പെണ്ണിൻ്റെ പേരും പറഞ്ഞ് ഈ ഓഡിയോ ഇട്ട് കാണിച്ചു കൂട്ടിയത്. അല്ലെങ്കിൽ ആ പേര് മാത്രം പേര്, അതായത് ഹനാൻ ഷാ എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ട് ഹനാൻ ഷായുടെ വ്ളോഗിൻ്റെ പോർഷൻ നിങ്ങൾക്ക് മാത്രം ഇത് വ്ളോഗും പ്ലേ ചെയ്യുന്നു, ആ പെണ്ണിനെയും കാണിക്കുന്നു, അതിൻ്റെ പെണ്ണിൻ്റെ പേരും പറയുന്നു, എന്നിട്ട് ഇരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനിടയിൽ വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ട് തപ്പുക. വീഡിയോ കാറിനകത്തു നിന്നുള്ള വീഡിയോ എവിടെ? ഹനാൻ ഷാൻ്റെ കാറിനകത്ത് വീഡിയോയിൽ തൊപ്പി പറയുന്നുണ്ട് ഹനാൻ ഷാനെ എന്നൊക്കെ പറഞ്ഞ് വൻ ബിൽഡപ്പ്. എന്നിട്ട് ലാസ്റ്റ് വന്നാൽ എന്താ? ഓക്കെ ശരിയാണ്, തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ അൺആക്സെപ്റ്റബിൾ ആണ്. ഒരു മനുഷ്യൻ ഇനി ഒരു വ്ളോഗ് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ടോ, ഞാൻ പറഞ്ഞല്ലോ പബ്ലിക്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ചള്ളം മുളിക്കും ചെയ്യും, നാട്ടുകാർ കൈകാര്യം ചെയ്യും. ഇത് പേഴ്സണൽ ലൈഫിൽ ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൊപ്പി എന്ന് പറഞ്ഞ ഒരാളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതും അയാൾ എത്രത്തോളം ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളതും ഇവൻ എന്താ ഇങ്ങനെ എന്നുള്ളത് വരെ ചിന്തിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് പേഴ്സണൽ ലൈഫിൽ പ്രൈവറ്റായിട്ട് അവരുടെ വീട്ടിനകത്ത് TV സാധനം പ്ലേ ചെയ്തിട്ട് ഈ വ്ളോഗ് പ്ലേ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ എടുത്ത് വെച്ചത് പുറത്തിട്ട് എന്തെങ്കിലും ആ പണിയണമെന്നുള്ള നിങ്ങളുടെ മെൻറ്റാലിറ്റി അപ്പോൾ നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്താ? തൊപ്പി എങ്ങനെയാണോ നിങ്ങളുടെ വീഡിയോ എടുത്ത് വെച്ച് അത് പബ്ലിക്കിലിട്ട് അതേ തൊപ്പിയുടെ മെൻറ്റാലിറ്റിയിലാണ് ഇന്ന് നിങ്ങൾ തൊപ്പിയുടെ ഈ സാധനം ഹനാൻ ഷാ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ ഈ വ്ളോഗ് റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ വർത്തമാനങ്ങൾ പുറത്തിട്ട് നീയും കാണിച്ചിട്ടുള്ളത്. ഇതെന്താ പറയുക, ഇവന്മാരെല്ലാം മാറിയിറ്റങ്ങളാണ്. ഇവന്മാരെല്ലാം ഒരേ മെൻറ്റാലിറ്റിയുള്ള ഐറ്റങ്ങളാണ്. ഈറ്റങ്ങൾക്കൊക്കെ ലൈഫിൽ ഇത് തന്നെയുള്ളൂ. അടിക്കണം, വലിക്കണം, കൊട്ടിക്കണം, അടിക്കണം, ഇത് മാത്രം. പിന്നെ കുറേ കാശുണ്ടാക്കണം. ഇതാണ് ഇവന്മാരുടെ ആവശ്യം. അല്ലാതെ ഇവന്മാർക്ക് വേറൊരു കുട്ടിക്കില്ല. ഇവന്മാർക്ക് ഞാൻ പറയുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ഇവന്മാരെ സൈഡ് ലൈൻ ചെയ്യണം. ഓക്കെ, നമുക്ക് കോൺട്രവേഴ്സി കേൾക്കാൻ താല്പര്യമുണ്ട്. എന്നെ പോലുള്ളവർ ഇതിൽ വർത്തമാനം പറഞ്ഞ് വീഡിയോ ആയിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താ പറയുക, ഇനി ഇവന്മാർ ഈ കോൺട്രവേഴ്സി കഴിഞ്ഞതിന് ശേഷം നാളുകളിൽ ഒരു ഗിവ് അവേ ചെയ്യുമ്പോഴോ ഒരു ചാരിറ്റി ചെയ്യുമ്പോഴോ ഇവന്മാർ വരും. നാളെ ഒരു ഗിവ് അവേ ആയിട്ട് വരും, നാളെ ഒരു ചാരിറ്റി ആയിട്ട് വരും. വീണ്ടും മലയാളികളുടെ മുന്നിൽ ഇവന്മാർ നന്മമരമാവും, ഗ്യാങ് ആവും, മറ്റേ പൂത്തുലയും. മനസ്സിലായില്ല? അതിലേക്ക് ഇവന്മാരൊന്നും എത്തിക്കരുത്. ഓക്കെ. പിന്നെ ഷമീർ അടക്കം, ജാസി അടക്കം, മമ്മു അടക്കമുള്ളവർ ഇന്നലെ
ഈ ഹനാൻഷ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് ഈ കൊണ്ടുവന്ന ഐറ്റം ഉണ്ടല്ലോ, ഇതിന് എഗെയിൻ ഇത് ഞാനാണ് ഹനാൻഷയുടെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ ഇപ്പം എവിടെയാണോ ഇതിൻ്റെയൊക്കെ ഗ്യാങ് ഹൗസ് അവിടെ വന്ന് അടിച്ച് പരപ്പാക്കി പോയിട്ടുണ്ടാവും. ഉള്ള കാര്യം പറയാം, തച്ചിട്ട് പോന്നിട്ടുണ്ടാവും. കാരണം ആ വീഡിയോ പ്ലേ ചെയ്യലും അതിൽ ആ പെൺകുട്ടീൻ്റെ പേര് പറയലും ഹനാൻഷ നിങ്ങളെ ലൈവ് അടിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കയ്യും കാലും വെച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും. തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബോംബിട്ട് തുടങ്ങാം. ഞാൻ വെറുതെ അങ്ങനെ വരൂല ബ്രദർ, ഞാൻ ക്യാമ്പിട്ടെ വെറുതെ അങ്ങനെ ഇവിടെ വന്ന് ഇരുന്ന് കൊണക്കൂല, മനസ്സിലാവും. ബാക്കി ഞാൻ കാണിക്കുന്നില്ല. നിക്ക്, ബോംബിട്ട് തുടങ്ങണേ നമുക്ക് ബോംബിട്ട് തുടങ്ങാം. പറ്റുമെങ്കിൽ ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്താൽ ബോംബ് ഇടണോ ബ്രോ ഒന്ന് പറഞ്ഞേ. ബോംബ് ഇടണമെങ്കിൽ പറ ബ്രോ, പറ, നമുക്ക് ബ്രോ ബോംബ് ഇടാലോ, ഒന്ന് പറ. ഇത് മെയിനായിട്ട് വലിയ ബോംബന്നെ ഒരുമാതിരി വളിട്ട പോലെ ആയിട്ടുണ്ട് ഉള്ള കാര്യം പറയാലോ. അതായത് ഒരുത്തൻ്റെ ക്യാരക്ടർ എക്സ്പോസ് ചെയ്യാൻ, അതായത് ഞാൻ നാറിയാണ്, ഞാൻ ചെറ്റയാണ്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, പറയുന്നതാണ്, എൻ്റെ കൂട്ടത്തിൽ ഓനും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളത് മനസ്സിലായി. അതായത് എന്നെപ്പോലെ തന്നെ ഓനും നാറിയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുകൊണ്ട് ഹേർട്ടായത് എത്ര പേരാണെന്നറിയാം നമുക്ക്. ഇപ്പം എൻ്റെ വീഡിയോ, എൻ്റെ സാധനങ്ങൾ ഇട്ടപ്പോൾ എൻ്റെ ഫാമിലിയാണ് ഹേർട്ടായത്. ഈ ഹനാൻഷിയും അവൻ്റെ ബാക്കി ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഇതിൽ ഹേർട്ടാവേണ്ട കാര്യം എന്താ? ഇതാണ് എൻ്റെ ബോംബിടൽ. ഇതിലും നല്ലത് ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ മറ്റൊരുത്തന്നെ മൂട്ടി പോയിരുന്നിട്ട് തോളേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലത് വഴി. പച്ചയ്ക്ക് ഞാൻ പറയും, ഇമ്മാതിരി നാറി പരിപാടി കാണിച്ച ചെറ്റാളെ ഇതിലും കൂടുതൽ എനിക്ക് ഞാനും ഇവന്മാരെ ക്ലാസ്സിക്ക് ഇറങ്ങി പറയേണ്ട അവസ്ഥയാണ്. എണ്ടിത്തരം കാണിച്ചിട്ട് പറയുന്നില്ല. കോഴിക്കോട് പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് സ്റ്റാർബക്സ് ചക്കപ്പൂരികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. ഇതാ വേറൊരു കാര്യം, കൊടുങ്ങല്ലൂർ ടൗണിൽ കുഞ്ഞിപ്പൂറികൾ ഇറങ്ങിയിട്ടുണ്ട്, ജാഗ്രത. ഈ കുഞ്ഞിപ്പൂറികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയെന്നറിയോ? ഫേക്കോ. ഈ കുഞ്ഞിപ്പൂറികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയും അറിയോ? 18 വയസ്സ് തികയാത്ത കുഞ്ഞി പെമ്പിള്ളേരാ, മനസ്സിലായോ? നിന്റെ എല്ലാം വീട്ടിലും ഉണ്ടാവുമല്ലോ പെങ്ങന്മാരും ഇവരും, അല്ലേ? ഞാനത്ര പുണ്യാളെന്നല്ല ഞാനിതിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞി പിള്ളേരെ ഞാൻ പറയുന്നില്ല. 18 വയസ്സ് തികയാത്ത 18 വയസ്സിന് താഴെ ഉള്ള പെമ്പിള്ളേരെ കുറിച്ച് ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? 18 വയസ്സ് ഇത് കേസെടുക്കണം, കേരള പോലീസ് കേസെടുക്കണം. 18 വയസ്സ് സംതിങ് വെരി സീരിയസ്. തൊപ്പി റിലേറ്റഡ് ആയിട്ട് ഇവർ ഈ പറയുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യം അടക്കം. പിന്നെ ഇന്നെന്തോ ലൈവിൽ വന്നിട്ട് ഇതേപോലെ പ്രഗ്നൻ്റ് ആയതോ അബോർട്ട് ആയതോ ഒക്കെ പൊട്ടിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പൊട്ടിച്ചാൽ കാണാന്നുള്ള രീതിക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ. അടുത്തത് എന്താ വെച്ചെങ്കിൽ ഇവന്മാർ ഈ പറയുന്നത്, ഇപ്പം നിഹാദിൻ്റെ ചാറ്റിനകത്ത് നിഹാദ് കോഴിക്കോട് മറ്റവരിറങ്ങി, തൃശ്ശൂർ ഇവരിറങ്ങി എന്നൊക്കെ പറയുന്ന ഐറ്റം, ഇതൊക്കെ ഞാൻ പറഞ്ഞു റീസെൻ്റ്ലി പറയുകയാണെങ്കിലും പണ്ട് പറയുകയാണെന്നുണ്ടെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തൊപ്പിയുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ, ഇവന്മാരെ എക്സ്പോസ് ചെയ്ത രീതി വേസ്റ്റാണ്. അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യുന്ന രീതിയാണെങ്കിലും ഇതിൽ നിന്നൊക്കെ തൊപ്പിയുടെ ഇമേജിനും ക്രെഡിബിലിറ്റിക്കും സാരമായ കോറ്റം പറ്റാതിരിക്കില്ല, നല്ല രീതിയിൽ പറ്റും, മനസ്സിലായില്ലേ? ഇതിനൊരു എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ തൊപ്പിക്ക് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഡൗട്ട്ഫുള്ളാണ് എനിക്ക്. അത് തൊപ്പിക്ക് കൊടുക്കാൻ പറ്റില്ല. തൊപ്പി ഇത് നേരെ റാംബോ ചെയ്ത് പറഞ്ഞിട്ട് റാംബോക്ക് ഇട്ട് ബാറ്റൺ കൈമാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ എഴുതി വിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഈ രീതിയിലാണ് കാര്യങ്ങൾ തൊപ്പിയുടെ എന്നുണ്ടെങ്കിൽ കഷ്ടമാണ്. കേട്ടല്ലോ ഇതും നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് എന്തായാലും കാര്യമില്ല. ഇത് ഉള്ള ആൾക്കാർക്ക് സത്യം മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകട്ടെ. ഉണ്ണെടുത്ത് പുറത്തിട്ട് വെയിറ്റ് ചെയ്തോ. എടാ ഇതിന്റെ വീഡിയോ കാണിക്കടാ, നിങ്ങൾ എന്താ ഈ കളിക്കുന്നത്? വീഡിയോ കാണിക്ക്, എന്നാലും ഇവന്മാര് വിശ്വസിക്കൂ. ഇതിന്റെ പറയുന്ന വീഡിയോ എടുത്തു. ഇതെല്ലാം ഇപ്പാണോ ഇതാക്കാൻ നിൽക്കുന്നത്? ഹനാൻഷി ഇഷ്യൂ പറയലല്ല, അത് കാണിച്ചു തരാം. ഇതിപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വിശ്വസിക്കുക, അല്ലാണ്ട് ഇതാക്കാൻ കഴിയില്ല. ഇതിൻ്റെ വീഡിയോ ഉണ്ട്, ഇതിൻ്റെ വീഡിയോ കണ്ടാൽ വിശ്വസിക്കില്ല. എടാ ഒന്ന് കാണിച്ചു കൊടുക്കടാ. ഇത് ഓർത്തു ആ വീഡിയോ, ഇതെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വന്നാൽ മതിയായിരുന്നു. പുല്ല്. ഇന്നലത്തെ ഇവന്മാരുടെ ലൈവിൽ ഏറ്റവും കോമഡി പോർഷനായിരുന്നു ഹനാൻഷാൻ്റെ കാര്യവും പറഞ്ഞു. വീഡിയോ കാണിക്കുക എന്നിട്ട് ജാസി വരുന്നു, വീഡിയോ തപ്പുന്നു, മമ്മു വരുന്നു, മറ്റേ ഇവന അഷ്ഫാഖ് ഔക്കുടി ഓടുന്നു. ജാസിയാണ് അവിടെ ഇരുന്നു വേട്ടയാട്. എഗെയിൻ ഞാൻ പറയുന്നു, ജാസി ഇന്നലത്തെ ലൈവിലും കുറേ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കരച്ചിലും മെഴുകലൊക്കെ കാണിച്ചിട്ടുണ്ട്. ജാസിയുടെ പോർഷൻ എടുത്ത് വെച്ച് സംസാരിക്കാൻ ഈ പോർഷനിൽ ഒരു താല്പര്യമില്ല. ഓക്കെ, ഒരു താല്പര്യമല്ല. എഗെയിൻ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഇന്നലത്തെ ലൈവും കൂടി കണ്ട സമയത്ത്, അതായത് അതിനാണ് ഞാൻ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തത്. അതായത് ഹനാൻഷാൻ്റെ ലൈവ് ഇപ്പോൾ ശരിയാക്കി തരാം, ഇപ്പം കാണിച്ചതാ മുത്തേ, ഇപ്പം പൊട്ടിച്ചേരാ മുത്തേ എന്നൊക്കെ പറഞ്ഞ് ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ജാസിയാണ്. ഷമീറിൻ്റെ ഒരു മുഖഭാവം എങ്ങനെയെന്ന് വെച്ചാൽ പെട്ടല്ലോ പടച്ചോനെ, ഇത് വീഡിയോയും ഇല്ല, ഹനാൻഷാൻ്റെ സാധനവും പറഞ്ഞ് ബിൽഡപ്പും കൊടുത്തു. ഈ ഒരു മൂഡിലേക്കാണ് ആര് പോകുന്നത്?
ഷമീർ പോയിട്ട് ഷമീർ ഒന്ന് വീച്ച് പോയി ലൈവ് ഒന്ന് കുറച്ച് നേരം. ഓക്കെ, ആ ഗ്യാപ്പിലാണ് അഷ്വാക്ക് വന്നിട്ട് മറ്റേ സാധനങ്ങൾ പറഞ്ഞിട്ട് പോയത്, ഈ എഡിറ്റർക്ക് പൈസ കൊടുക്കാതെ തൊപ്പി പോയ ഐറ്റമൊക്കെ. എന്നിട്ട് ജാസി അതിലും വിറ്റ്. ജാസി എന്നിട്ട് വന്നിരുന്നിട്ട് എന്തൊക്കെയോ മെഴുകുന്നുണ്ട് ജാസി. പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രൂഫ്, ഒരു ഒപ്പുമില്ല. പക്ഷെ കാര്യങ്ങൾ അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. തൂഫാന്, രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ജാസി. ഞാൻ എങ്ങനെ പറഞ്ഞു, ജാസീൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കാൻ താല്പര്യമില്ല, എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം എനിക്ക് ഈ എൻ്റയർ വിഷയത്തിൽ ഇപ്പോൾ ജാസി വന്നിരിക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ വരുന്ന പാമ്പ് എന്നില്ലേ, പാമ്പൊന്നുമല്ലടാ, അന്നാക്കോണ്ടേന് മൂത്തെന്തോ ഐറ്റമാണ്, മനസ്സിലായോ? എനിക്കിതിൻ്റെ എൻ്റയർ സാധനത്തിൻ്റെ പിന്നിൽ ഈ ഒരു എൻ്റയർ ഗ്യാങ് പൊളിയാനുള്ള ഈ ഒരു ഫുൾ ഐറ്റത്തിൻ്റെ പിന്നിലുള്ള സാധനം ജാസി എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ല? അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്നുള്ളത് വിശ്വസിക്കാൻ മാത്രമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എവിഡൻസ് വരണം, അല്ലെങ്കിൽ ജാസി അങ്ങനെ പ്രൂവ് ചെയ്യണം, അല്ലാതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഓക്കെ, എന്താണ് ഈ ഇന്നലത്തെ ലൈവ് ഒരു എന്താ പറയുക, നാറിയ സാധനം. അപ്പുറത്തുനിന്ന് തൊപ്പി ചെയ്ത തന്തയില്ലായ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഇവന്മാരിപ്പോൾ തിരിച്ച് തൊപ്പിക്ക് വെച്ച് കൊടുത്തത് പല തന്തയ്ക്കുള്ള ഐറ്റമാണ്. ഓക്കെ, ഞാൻ ആലോചിക്കുന്നത് എഗെയിൻ ഞാൻ വ്യൂവേഴ്സിനോട് സോറി പറയുകയാണ്. ഇവന്മാരെ ഞാൻ ഒരുപാട് അയ്യോ എന്തൊരു നല്ല ഗ്യാങ്, അടിപൊളി ഗ്യാങ്, ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവന്മാരൊക്കെ കാണിച്ചു കൂട്ടുന്ന പേഴ്സണൽ ലൈഫിലുള്ള ദുരന്ത അവസ്ഥ ഇതാണെന്ന് അറിയുമ്പോണ്ടല്ലോ. അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ അല്ലടാ പേഴ്സണൽ ലൈഫിൽ. തെറി പറയും, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും പറയുന്നല്ല, അതൊരു എക്സ്ട്രീം കിട്ടുന്നു നമ്മൾ പോയിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. ഉള്ള ടൈമിൽ തന്നെ അതിനൊരു ലിമിറ്റ് ഉണ്ട് നമുക്ക് പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും. ഓക്കെ, ഈ തെറിക്കൊരു ലിമിറ്റൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനത്തെ ടോക്സിലൊക്കെ നമുക്ക് ലിമിറ്റ് ഉണ്ടാവും. പിന്നെ ഒരാൾക്ക് മറ്റേ എടുത്ത് വെച്ച് പണിയാൻ വേണ്ടിയുള്ള അങ്ങനത്തെ ഫ്രണ്ട്സൊന്നും ഇല്ല നമുക്ക്. ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇന്ത്യയൊക്കെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനകത്ത് അധികം ഉള്ളത് പണ്ട് മുതൽ നമ്മൾ കുട്ടിക്കാലം മുതൽ സ്കൂൾ മുതൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സൊക്കെ. ഈ ഡിജിറ്റൽ സ്പേസ് എന്നുള്ള ഫ്രണ്ട്സിനൊക്കെ പറയുമ്പോൾ വിരലിലുണ്ടാവുന്ന നല്ല ഫ്രണ്ട്സ്. ഓക്കെ, പക്ഷേ അവർക്കൊക്കെ ഒരു ബൗണ്ടറി ഉണ്ട്, അവർക്കൊക്കെ ഒരു സ്പേസ് ഉണ്ട്. വെരി പേഴ്സണൽ ലൈഫിൽ നമ്മൾ എന്താണ് എന്നുള്ളത് അറിയുന്ന ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലുള്ളവർ ട്രസ്റ്റ് വെക്കുന്ന ആൾക്കാരെ നമ്മൾ വെക്കും. അല്ലാതെ ഇങ്ങനത്തെ പിന്നിന്ന് കുത്തുന്ന കട്ടപ്പ സാധനങ്ങൾ നമ്മളെടുത്ത് വെക്കാറില്ല. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ നാട്ടുകാരുടെ പൈസ മേടിച്ചിട്ടുള്ള ഒന്നില്ലെങ്കിൽ നാറികളങ്ങൾ ഈ കല്ലും പുല്ലും വലിച്ചു കയറ്റിയതും ഈ പരിപാടിക്ക് പണ്ണാനും കുത്താനും അടിക്കാനൊക്കെ പോയതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇതെന്താ പറയുക, ഒരുമാതിരി നമ്മൾ ഇവന്മാരെ ഫണ്ട് ചെയ്ത അവസ്ഥയായി പോയി ഇപ്പോൾ കണ്ടു വെക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് രാത്രി റാംബോ ലൈവ് വരുമോ ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട്, അതോ ഇനിയിപ്പോൾ ഈ ഷമീർ ഇവൻ്റെ പ്രഗ്നൻസിയും ഇവൻ്റെ അബോർഷൻ എന്നൊക്കെ പറഞ്ഞ് വരുമോ രാത്രി വരുമ്പോൾ കാണാം.